വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ പറയും, നീ ഇത്രയും ക്രൂര പ്രവൃത്തികളൊക്കെ ചെയ്തതല്ലേ, നീ ചെയ്തു കൂട്ടിയ തിന്മ പ്രവൃത്തികൾ എത്ര ഭീകരമാ, നിന്നെ ഓർക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല എന്ന് മറ്റൊരു വ്യക്തിയാണ് എങ്കിൽ പറയും. എന്നാൽ കർത്താവായ യേശു ആ കൊടിയ പാപിയെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞൊരു വാക്കുണ്ട് പ്രിയമുള്ളവരെ. അത് വിശുദ്ധ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാ, മകനെ, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. പാപിയായ മനുഷ്യന് പറുദീസയിൽ ഇരിക്കുവാൻ സാധിക്കുമോ? മനുഷ്യന്റെ പാപം അവന്റെ ജീവിതത്തിൽ ഒരു ശാപമായി മുഴങ്ങി നിൽക്കുമ്പോൾ എങ്ങനെ മനുഷ്യന് പറുദീസയിലേക്ക് പോകുവാനായിട്ട് സാധിക്കും? ചുരുങ്ങിയ വാക്കുകൾ അതിനുകൂടി ഉത്തരം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. അതിനുള്ള ഉത്തരമാ കർത്താവായ യേശു ക്രിസ്തു. ഞങ്ങളൊക്കെ സുവിശേഷവുമായ ഭവനങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ, വ്യക്തികളോട് സുവിശേഷം പറയുമ്പോൾ ആളുകൾ ഞങ്ങളോട് പ്രതികരിക്കുന്ന രണ്ട് വിധങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങളോട് പറയും, സഹോദരങ്ങളെ, നിങ്ങളെ പോലെ തന്നെ ഞാനും ദൈവവിശ്വാസിയാണെന്ന് പറയും. പിന്നെ ചിലര് പറയും, നിങ്ങൾ കണ്ടില്ലേ, കർത്താവായ യേശുവിനെ ഞാൻ അതുപോലെ വിശ്വസിക്കുന്നു, എന്റെ പൂജാമുറിയിൽ അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നിടത്ത് മെയിൻ സ്ഥാനം കർത്താവായ യേശുവിനുണ്ട്, ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു. പിന്നെ ചിലര് പറയും, കഴിഞ്ഞ ആഴ്ചയും കൂടി എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ യേശുവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ പ്രശ്നത്തിന് പരിഹാരം വന്നു. പ്രിയ സുഹൃത്തുക്കളെ, ആളുകളുടെ ചിന്ത ദൈവത്തിൽ അങ്ങ് വിശ്വസിച്ചാൽ മതി, അല്ലെങ്കിൽ മറ്റു ചിലരുടെ ചിന്ത യേശുവിൽ അങ്ങ് വിശ്വസിച്ചാൽ മതി. ഇതൊക്കെയാ മനുഷ്യന്റെ ചിന്ത. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, അതല്ല കേട്ടോ വിശ്വാസം എന്ന് പറയുന്നത്. പലപ്പോഴും ആളുകള് വിശ്വാസം എന്നുള്ളത് ഇങ്ങനെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുക. ദൈവത്തിൽ എന്ന് വിശ്വസിച്ചാൽ, വിശ്വാസമായി യേശുവിൽ എന്ന് വിശ്വസിച്ചാൽ, വിശ്വാസമായി യേശുവിനോട് പ്രാർത്ഥിച്ചാൽ ഞാൻ വിശ്വാസിയായി, എന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ വിശ്വാസിയായി. സുഹൃത്തുക്കളെ, അതൊന്നുമല്ല വിശ്വാസം. ഒരു പക്ഷെ ഇത് കേൾക്കുമ്പോൾ അല്പം നിങ്ങൾക്കൊരു ആശ്ചര്യം തോന്നും. പിന്നെ എന്നാ സഹോദര വിശ്വാസം എന്ന് പറയുന്നത്? ഞാൻ ഒന്ന് വിശദീകരിക്കാം വേഗത്തിൽ. വിശ്വാസം എന്ന് പറയുന്നത് വിശുദ്ധ തിരുവചനത്തിൽ രക്ഷയുടെ അടിസ്ഥാനമായിട്ട്, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മോക്ഷം നേടുക എന്നർത്ഥം, അല്ലെങ്കിൽ പാപമോചനം നേടുക എന്നർത്ഥം. അപ്പോൾ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് വിശുദ്ധ തിരുവചനത്തിൽ റോമർ 10:9 പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വിശ്വാസികളാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഒന്ന്, മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നിങ്ങൾ വിശ്വസിക്കണം. മരിച്ചുയർത്തെഴുന്നേറ്റ യേശു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാകുന്നത്? ഇത്തിരി കൂടി ഞാൻ വിശദീകരിക്കാം. കർത്താവായ യേശു മരിച്ചത് എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരമായിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെ അല്പം കൂടി ആഴത്തിലേക്ക് മുമ്പോട്ട് പോയാൽ ഇങ്ങനെ ഞാൻ പറയട്ടെ, നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യം, നമ്മൾ ഓരോരുത്തരും പാപികളാണെന്ന് നമ്മൾ വിശ്വസിക്കണം. വിശുദ്ധ തിരുവചനം അത് തന്നെയാണ് പറയുന്നത്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. എത്ര പുണ്യമായിട്ട് നമ്മൾ ജീവിച്ചാലും നമ്മളെയൊക്കെ വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണിൽ ദൈവം മനുഷ്യനെ നോക്കിയാൽ കാണുന്നത് നമ്മളൊക്കെ പാപികളാണെന്ന. ആരുമില്ല, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ തുടക്കം ഞാനൊരു പാപിയാണ് എന്ന അംഗീകരണമാണ്. ക്രൂശിലെ കള്ളന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഒരു കള്ളൻ വലിയ കൊടിയ കുറ്റം ചെയ്തപ്പോഴും ക്രിസ്തുവിനെ നിന്ദിച്ചുകൊണ്ട് നിന്നപ്പോൾ മറ്റേ കള്ളനും ഇതേ ചിന്തയുണ്ടായി. അവൻ പറഞ്ഞു, ഞാൻ ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പാപം ചെയ്തിട്ടാണ്. അപ്പോൾ വിശ്വാസത്തിന്റെ ആദ്യ ഘട്ടം ഞാനൊരു പാപിയാണെന്ന് ചിന്തിക്കണം. പല മനുഷ്യരും പാപിയാണെന്ന് ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അവിടുന്ന് മുമ്പോട്ട് പോട്ടെ. രണ്ടാമത് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം, എന്റെ പാപത്തെ പരിഹരിക്കാൻ എനിക്ക് ഒരു രക്ഷകനുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. എന്റെ സുഹൃത്തുക്കളെ, യേശു എന്നുള്ളത് ഒരു പ്രത്യേക ഓമന പേരല്ല കേട്ടോ. യേശു എന്ന പേരിന്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്ന. മറിയയുടെ ഉദരത്തിൽ കർത്താവായ യേശു പിറന്നു വീണപ്പോൾ സ്വർഗീയ ദൂതന്മാർ ആ മറിയയോട് പറഞ്ഞൊരു വാക്ക് ഇതായിരുന്നു, അവൻ തന്റെ ജനത്തെ അവന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ഇരിക്കൊണ്ട്
നീ അവന് യേശു എന്ന് പേരിടണം. പറയട്ടെ, കർത്താവായ യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശു എന്റെ രക്ഷകനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. എന്തിൽ നിന്നുള്ള രക്ഷ? എന്റെ രോഗത്തിൽ നിന്നുള്ള രക്ഷയല്ല, എന്റെ കടബാധ്യതയിൽ നിന്നുള്ള രക്ഷയല്ല, എന്നെ ആപാത ചൂടം വിഴുങ്ങുന്ന, എന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാപമെന്ന ഈ ഭീകരതയിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് കർത്താവായ യേശു എന്ന് വിശ്വസിക്കുന്നത്. ഞാൻ ആ കള്ളന്റെ കാര്യം പറഞ്ഞു. ഒരുപക്ഷെ ലോകത്തിന്റെ മുമ്പിൽ അവൻ കൊടിയ പാപിയായിരിക്കാം, പക്ഷേ യേശു രക്ഷകനായതുകൊണ്ട് യേശുവിന് പറയാൻ പറ്റും, നീ പാപിയാണെങ്കിലും നിന്നെ ഞാൻ പാതാളത്തിലല്ല വിടുക. നീ പാപിയാണെങ്കിലും എന്നിൽ വിശ്വസിച്ചതുകൊണ്ട്, എന്നിൽ ഒരു രക്ഷകനെ നീ കണ്ടെത്തിയത് കൊണ്ട് നിന്റെ സ്ഥാനം പർദീസയാണ് എന്ന് കർത്താവായ യേശു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത്, വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസം മാത്രമല്ല സുഹൃത്തുക്കളെ. നമ്മൾ പാപികളാണെന്ന് നമ്മൾ അംഗീകരിക്കണം, അത് വിശ്വാസമാണ്. എനിക്കൊരു രക്ഷകനുണ്ട്, അത് കർത്താവായ യേശുവാണ് എന്ന് ഞാൻ വിശ്വസിക്കണം, അത് വിശ്വാസമാണ്. 3, ഈ യേശുവിൽ ഞാൻ ആശ്രയിക്കുമ്പോൾ എന്റെ പാപഭാരമായി ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വന്ന്, കർത്താവായ യേശുവേ എന്റെ പാപം എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ വിങ്ങുന്ന ഹൃദയത്തോടെ തുളുമ്പുന്ന കണ്ണുനീരോടുകൂടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, വിശുദ്ധ തിരുവചനം പറയുന്നു, അവൻ നമ്മുടെ സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. മനുഷ്യരാശിയെ ദൈവം വീണ്ടെടുത്തത് പൊന്ന് വെള്ളി മുതലാകുന്ന അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. കർത്താവിന് മനുഷ്യന്റെ പാപത്തെ ക്ഷമിക്കാൻ കഴിയുന്നതിന്റെ കാരണം വലിയ വിലയാണ് സഹോദര സഹോദരി എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവായ യേശു കാൽവറി ക്രൂശിൽ കൊടുത്തു തീർത്തത്. എന്താ വില? ലോകത്തിന് ആർക്കും കൊടുത്തു തീർക്കുവാൻ കഴിയാത്ത, വിശുദ്ധ തിരുവചനം അതിനെ കുറിച്ച് പറയുന്നത്, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലാകുന്ന അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ ദൈവ കുഞ്ഞാടെന്ന് പറഞ്ഞാൽ യേശു ഒരു യാഗമൃഗം പോലെ ഭൂമിയിലേക്ക് വന്നതുകൊണ്ട് പറഞ്ഞതാ. യേശുവിന്റെ രക്തം കൊണ്ട സഹോദര നമ്മളെ വീണ്ടെടുത്തു. അപ്പോൾ വിശ്വാസം എന്താ? ഞാനൊരു പാപിയാണെന്ന് ഞാൻ വിശ്വസിക്കണം. വിശ്വാസം എന്താ? എനിക്കൊരു രക്ഷകനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണം. വിശ്വാസം എന്താ? എന്റെ രക്ഷകനായ യേശുവിന്റെ രക്തം എന്റെ പാപത്തെ മുഴുവൻ കഴുകിക്കളയാൻ പര്യാപ്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കണം. തീർന്നില്ല. കർത്താവായ യേശു കേവലം ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഇന്നും കല്ലറയിൽ കിടക്കുന്ന വ്യക്തിയാണെന്നല്ല, അനേക കല്ലറകൾ അടയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ യഹൂദ ദേശത്ത് ഒരു കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു. ആ കല്ലറയിൽ എഴുതിയിരിക്കുന്ന വാക്കിതാണ്, അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പോൾ പ്രിയ സഹോദരൻ, നീ വിശ്വസിക്കേണ്ടത് എന്താ? പാപിയായ എനിക്ക് വേണ്ടി വിശുദ്ധനായ ദൈവം മനുഷ്യനായ ഭൂമിയിൽ വന്ന കർത്താവായ യേശു പാപത്തിന് പരിഹാരം വരുത്തിയതിനു ശേഷം കല്ലറയെ ഉയർത്തെഴുന്നേറ്റ് ഇന്നും നിത്യജീവനോടുകൂടി മനുഷ്യന് നിത്യജീവൻ നൽകുന്നവനായി ഉയരത്തിൽ വസിക്കുന്നു എന്നുള്ളത് സഹോദര നമ്മുടെ വിശ്വാസം. അപ്പോൾ അത് വിശ്വാസം. ഈ വിശ്വാസമുള്ളവനാണ് ദൈവമക്കളായി തീരുവാൻ സാധിക്കുന്നത്. ഈ വിശ്വാസമാണ് ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്ന വിശ്വാസം. മകനെ, നീ ഒരു പാപിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ പാപത്തിന് പരിഹാരമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഈ ഭൂമിയിൽ വന്നത് നിന്നെ സ്നേഹിച്ചുകൊണ്ടാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? എന്റെ കയ്യിലും കാലിലും കാലിലുമാണ് അടിച്ചത് നിനക്ക് വേണ്ടിയാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ പാപത്തിന്റെ പരിഹാരം എന്റെ ശരീരത്തിലൂടെ ഉണ്ട് എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അതാ സഹോദര വിശ്വാസം. ഒരു കാര്യം കൂടി പറഞ്ഞ് എന്റെ വാക്ക് അവസാനിപ്പിക്കുക. ആ വിശ്വാസം നമ്മളെ മറ്റൊരു കാര്യത്തിലേക്ക് കൂടി നയിക്കും. എന്താണെന്ന് അറിയാമോ? ഇനി ഈ ജീവിതം ഞാൻ നയിക്കത്തില്ല. ഇനി എന്റെ ജീവിതയാത്രയുടെ ചുക്കാൻ ഞാൻ പിടിക്കത്തില്ല. എന്റെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് ഞാൻ പിടിക്കത്തില്ല. എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം കർത്താവേ ഞാൻ അങ്ങേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് നമ്മൾ യേശുവിനോട് പറയണം. അതിനെ യേശുവിനെ കർത്താവ് എന്ന് ഏറ്റു പറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയണം, ഇനി ഞാനല്ല ജീവിക്കുന്നത്. പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. സഹോദര സഹോദരി, ഇതാ രക്ഷിക്കപ്പെടുക എന്ന് പറയാം. യേശുവിനെ കർത്താവെന്ന് വാ കൊണ്ടേറ്റ് പറയണം. യേശു എന്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കണം. ആ ക്രൂശിലെ രക്തത്താൽ എനിക്ക് പാപമോചനമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കണം. ഈ വിശ്വാസം നിങ്ങളെ രക്ഷയിലേക്ക് നയിക്കും. ഈ വിശ്വാസം നിങ്ങളെ ദൈവമക്കളാക്കി തീർക്കുവാനായിട്ട് സാധിക്കും. ഞാനൊരു മദ്യപാനിയുടെ കാര്യം പറഞ്ഞു. ഇല്ല, എന്റെ ജീവിതം തകർന്നു,
എന്റെ മക്കൾക്ക് നല്ലൊരു പിതാവായി തീരാൻ എനിക്ക് സാധിക്കത്തില്ല, എന്റെ ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവായി തീരുവാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ മാറ്റിയത് എന്താണെന്ന് അറിയാമോ? അദ്ദേഹത്തിന് ഈ വസ്തുത മനസ്സിലായി. അദ്ദേഹം യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. തന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം യേശുവിന് വിട്ടുകൊടുത്തു. യേശുവിന് ആ ജീവിതത്തിന് വിട്ടുകൊടുത്തപ്പോൾ പിന്നെ ആ ജീവിതത്തെ നയിക്കുന്നത് മദ്യമല്ല, പിന്നെ ആ ജീവിതത്തെ നയിക്കുന്നത് കോപമല്ല, പിന്നെ ആ ജീവിതത്തെ നയിക്കുന്നത് സ്വന്തം ഇഷ്ടമല്ല. കർത്താവായ യേശു ആ മനുഷ്യനെ നയിക്കുവാൻ തുടങ്ങിയപ്പോൾ ഇന്ന് മദ്യത്തോട് വിട പറഞ്ഞ് ഒരു ദൈവ പൈതലായി സമാധാനത്തോടെ സൈറമോന്റെ നല്ല അപ്പനായി ആ മനുഷ്യൻ ജീവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, സമയം വൈകിട്ടില്ല. നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും ക്രൂശിലെ അവസാന നിമിഷം ഒരു കള്ളന് രക്ഷപ്പെടാൻ കഴിഞ്ഞുവെങ്കിൽ, ക്രൂശിലെ അവസാന നിമിഷം തന്റെ അടുക്കൽ കിടക്കുന്ന ക്രിസ്തുവിനെ നോക്കി പാപത്തെ ഏറ്റു പറഞ്ഞപ്പോൾ പറുദീസ പോകുവാൻ ഒരു കൊടിയ കുറ്റവാളിക്ക് കഴിഞ്ഞെങ്കിൽ, സുവിശേഷവുമായി ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് ഈ യേശു നിങ്ങളുടെ അടുക്കലുണ്ടെന്ന് പറയുവാനാണ്. ആ കള്ളൻ നോക്കിയതുപോലെ ക്രിസ്തുവിലേക്ക് ഒന്ന് നോക്കുമോ? യേശുവേ, എന്നെ ഓർക്കണമേ എന്നൊന്ന് പറയുമോ? ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുമോ? എന്റെ ജീവിതത്തിലേക്ക് അവിടെ നിന്ന് കടന്നു വരണമേ എന്ന് പറയുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവമക്കളായി തീരുവാൻ, സമാധാനമുള്ള ഒരു ജീവിതം നയിക്കുവാൻ ഈ ചിന്തകളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുവാൻ.